during every single day of the Trump administration, I will very simply put America first. But I have to be honest with you. Things are worse than we ever imagined. Things will get worse before they get better. I'll have to turn to the country and make big asks of you as well, to accept short-term pain for long-term good. ഹലോ ഫ്രണ്ട്സ്, 2025 ആകുമ്പോഴേക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നും യു കെയിലേക്ക് എത്തുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വളരെയധികം കുറവാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. യു കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നെറ്റ് എമിഗ്രേഷനാണ്. കഴിഞ്ഞ ഒരു 5 വർഷങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മലയാളം ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതേപോലെയുള്ള ഹെൽത്ത് വിസകളിലും IT മേഖലയിലും അക്കൗണ്ടിങ്ങിലും ടീച്ചേഴ്സും അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസകളിലുമൊക്കെ ആയിട്ട് യു കെയിലേക്ക് എത്തിച്ചേർന്ന് ഇവിടെ എത്തിയിട്ടുള്ള സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴേ അവർ നമ്മൾ പല വീഡിയോകളിലും പറയുന്നതുപോലെയൊക്കെ തന്നെ അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ വിസകൾ കൂടി അവരുടെ PSW കൂടിയൊക്കെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഇപ്പോഴൊരു യു കെയിലൊരു വിസ കിട്ടാനായിട്ട് അവർക്കിവിടെ ഒരു വർക്ക് പെർമിറ്റ് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2025 ആകുമ്പോഴേക്കും യു കെയിലേക്ക് ഈ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വളരെയധികം കുറവ് വന്നിട്ടുണ്ട്. ഒരു 2019-20 കാലഘട്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ബോറിസ് ജോൺസൺ ഇതേപോലെയുള്ള യൂണിവേഴ്സിറ്റികൾ സജീവമാക്കുന്നതിന് വേണ്ടി ഇൻ്റർനാഷണലി ഇതേപോലെയുള്ള സ്റ്റുഡൻസിനെ ഇവിടെ 2 വർഷത്തെ സ്റ്റേ ബാക്കും അതുപോലെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ജോലി കണ്ടുപിടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് സ്റ്റുഡൻസാണ് യു കെയിലേക്ക് എത്തിച്ചേർന്നത്. അതിൽ വലിയൊരു ശതമാനം ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ 2024 ആയപ്പോഴേക്കും ഇവിടുത്തെ നെറ്റ് എമിഗ്രേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചോളം അവർക്കൊരു വർക്ക് പെർമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടിയാണ് ഇപ്പോൾ യു കെ കടന്നത്. അതുകൊണ്ട് തന്നെ യു കെയിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ എല്ലാം തന്നെ വീണ്ടും അടച്ചിടാൻ പോകുന്ന ഒരു സമയത്തിലേക്കാണ് വീണ്ടും കടന്നു പോകുന്നത്. അതായത് യൂണിവേഴ്സിറ്റികളിലേക്ക് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വരുന്നില്ല, 100 കണക്കിന് ഇതേപോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ജോലികൾ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും ബ്രിട്ടൻ പോകുന്നു എന്നാണ് ഇപ്പോഴും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യു കെയിലൊരു കറണ്ട് സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയായ ലേബർ പാർട്ടിക്കെതിരെ വലിയ ഒരു ജനരോക്ഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. യു കെയുടെ നിരത്തുകളിൽ വലിയ പ്രക്ഷോഭമായിട്ട് ആളുകൾ ഇപ്പോഴും വീണ്ടും വന്നിരിക്കുന്നു. നമുക്കറിയാം, അമേരിക്കയിൽ ട്രംപ് ഭരണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ആയിരക്കണക്കിന് ഇതേപോലെയുള്ള ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരെയാണ് അവരുടെ രാജ്യങ്ങളിലേക്ക് ഒന്നും നോക്കാതെ അദ്ദേഹം കടത്തി വിടുന്നത്. യു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് യു കെയിലേക്ക് എത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാണിക്കുന്ന പക്കാ തോന്നിവാസങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടതാണ്. ഇവിടുത്തെ കലാപവും അതുപോലെയൊക്കെ തന്നെ ഓരോ ദിവസവും ഇപ്പോൾ വലിയ രീതിയിലുള്ള കത്തിക്കുത്തും അതേപോലെയൊക്കെ തന്നെ റേപ്പുകളും ഇതേപോലെയുള്ള കൊലപാതകങ്ങളുമാണ് യു കെയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു കെയിലെ ആൾക്കാരെ സംബന്ധിച്ചുള്ള അവർക്കിവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആൾക്കാർ കടന്നു പോകുന്നത്. കാരണം ഇവിടേക്ക് എത്തിയിട്ടുള്ള ഇതേപോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ ഇവിടെ കാണിക്കുന്ന ഈ തോന്നിവാസങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഒരു അഭയാർത്ഥി വിസയിൽ വന്നിട്ടുള്ള ആൾ അല്ലെങ്കിൽ നിങ്ങളൊരു Tier 2 വിസയിൽ വന്നിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ഒരു രാജ്യത്ത് എത്തപ്പെടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെ എത്തിയിട്ടുള്ള ഭാഗ്യവാന്മാരായ ഇവരെ പോലെയുള്ള ആൾക്കാർ ഇവിടെ വന്നതിന് ശേഷം ഇതേപോലെയുള്ള കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അവരെ ഇവിടെ നിന്നും തുരുത്തി ഓടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം 1951 ഇതേപോലെയുള്ള ഒരു അഭയാർത്ഥി കമ്മീഷൻ രൂപീകരിക്കുകയും ഇതേപോലെയുള്ള കോടതികൾ ഇതിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ഏകദേശം ഒരു 144 രാജ്യങ്ങൾ ഇതേപോലെയുള്ള അഭയാർത്ഥികൾ അവരവരുടെ രാജ്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരെ 2 കൈയും നീട്ടി സ്വീകരിക്കണമെന്നുള്ള ഒരു ഡീലിലൊക്കെ ഏർപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് യു കെ ഇപ്പോഴും ഇതേപോലെ വരുന്ന അഭയാർത്ഥികളെ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടുത്തെ കോടതികൾ അതിനെതിരെ ഇതുവരെയും നിന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന ആൾക്കാരെ ഗവൺമെൻറ്റിന് ഒരു കാരണവശാലും തുരുത്തി ഓടിക്കാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതാണ്. എന്നാൽ നമുക്കറിയാം, ഋഷി സുനക്കിൻ്റെ അവസാന സമയത്ത് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഇല്ലീഗലായിട്ട് യു കെയിലേക്ക് എത്തിയിട്ടുള്ള അഭയാർത്ഥികളെ റുവാണ്ടയിലേക്ക് മാറ്റാനുള്ള ഒരു പദ്ധതി നടപ്പാക്കിയിരുന്നു. പക്ഷേ ലേബർ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ സ്റ്റാർമർ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് സ്ക്രാപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കെയർ വിസകളിലൊക്കെ എത്തിയിരിക്കുന്ന 100 കണക്കിന് ആൾക്കാരുടെ ലൈസൻസുകളാണ് നഷ്ടപ്പെടുക. അതായത് ആ ഒരു വിസകളിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ കമ്പനികളുടെ ലൈസൻസുകളൊക്കെ
കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇല്ലീഗലായിട്ട് മാറും. അവർ 2 മാസം ഇവിടെ നിന്നത് ആ 2 മാസത്തിനുള്ളിൽ പുതിയ വിസ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയെന്ന് പറഞ്ഞാൽ 10-15 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഇതേപോലെയുള്ള കെയർ വിസകളിലൊക്കെ ഇതേപോലെ ഈ ഹോം കെയറിങ്ങിനൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ UK എത്തിയിട്ടുള്ളത്. അവർ വന്നതിന് ശേഷം 4-5 മാസം കഴിയുമ്പോൾ ആ ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം ഡ്യൂപ്പ് കമ്പനികളായിരിക്കും. ഈ കമ്പനികൾ ഇവിടെ വന്നതിന് ശേഷം അവർക്ക് അഡ്രസ്സും കാണത്തില്ല. ആ കമ്പനികളെല്ലാം തന്നെ പൂട്ടിപ്പോകും, അവരുടെ ലൈസൻസും നഷ്ടപ്പെടും. 100 കണക്കിന് ആൾക്കാർ 15-20 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇവിടെ വന്നതിന് ശേഷം അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ, ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമോ, ഒന്നും പറ്റാത്ത ഒരവസ്ഥയിൽ കൂടി ആയിരിക്കും അവർ കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ വരുന്ന ആൾക്കാർ ഇല്ലീഗലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ ഇല്ലീഗലാണ് എന്നുണ്ടെങ്കിൽ പോലും അവർ ഇതേപോലെയുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് എടുത്ത് ചാടാറില്ല. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ അവരുടെ ആ ഒരു സിസ്റ്റം ഇവിടെയും പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഈ രാജ്യത്തിന് അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതും ഈ രാജ്യത്തിലെ ആൾക്കാരെ ചൊടിപ്പിക്കാനായിട്ടുള്ള പ്രധാന കാരണമായിട്ട് മാറുന്നത്. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഇതേപോലെയുള്ള അഭയാർത്ഥികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് നിന്ന ആൾക്കാരെ അവർ എത്രയും പെട്ടെന്ന് തിരിച്ചയക്കുമെന്നുള്ളൊരു കാര്യം ആരും തന്നെ ഓർത്തതല്ല. പക്ഷേ ഇന്ന് പഞ്ചാബിൽ ലാൻഡ് ചെയ്ത ഫ്ലൈറ്റിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ഇതേപോലെയൊക്കെ തന്നെ ഇല്ലീഗലായിട്ട് നിന്നിരിക്കുന്ന 79 പുരുഷന്മാരും 25 സ്ത്രീകളും 12 കുട്ടികളും ഉണ്ടാകുന്ന ഒരു സംഘം ഇപ്പോഴും പഞ്ചാബിൽ ലാൻഡ് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗുജറാത്തിൽ നിന്നുള്ള ആൾക്കാരാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശക്തമായിട്ടുള്ള ഒരു പരിഷ്കാരമാണ് ട്രംപ് ഗവൺമെൻറ് അമേരിക്കയിൽ നടത്തി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സൗത്ത് പോർട്ടിലെ ചൈൽഡ് കില്ലർ. ഏകദേശം ഒരു 18 വയസ്സ് മാത്രം പ്രായമായിരിക്കുന്ന ഒരു ചെറിയ പയ്യനെ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്കൂളിലേക്ക് കയറിയിട്ട് 3 പിഞ്ചു കുഞ്ഞുങ്ങളെ, അതായത് 6, 7, 9 വയസ്സുള്ള 3 പിഞ്ചു പെൺകുട്ടികളെ കൊലപ്പെടുത്തിയിട്ട് കൂളായിട്ട് വെളിയിൽ ഇറങ്ങിപ്പോകുന്നത്. ആ പയ്യനിപ്പോഴേ ഏകദേശം ഒരു 52 വർഷത്തെ ശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ UK വിവിധ ഭാഗങ്ങളിൽ നൈഫ് അറ്റാക്കുകളുടെ ഒരു ഘോഷയാത്രയാണ് നടക്കുന്നത്. അത് സ്കൂളുകളിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബസ്സുകളിലാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള അറ്റാക്കുകളുടെ വലിയൊരു ഘോഷയാത്രയാണ് ഇപ്പോൾ UK നടക്കുന്നത്. നമ്മൾ സ്കൂളുകളിലൊക്കെ നമ്മുടെ കുട്ടികളെ വിടുന്ന നമുക്ക് പോലും ഇപ്പോൾ ആശ്വാസമായിട്ട് വീട്ടിലിരിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം നേരത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരും അവരുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ട് രാവിലെ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജോലിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനുള്ളവരാണോ അല്ലെങ്കിൽ അവരുടെ മറ്റു ജോലികളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അവർക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അടുത്ത ഒരു UK കറണ്ട് സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് തീവ്ര വലതുപക്ഷ പാർട്ടികളായ മൈക്കൽ ഫറാജിൻ്റെ റിഫോം പാർട്ടിക്കാണ്. റിഫോം പാർട്ടി ഏകദേശം 25 പോയിന്റുകൾ നേടിക്കൊണ്ട് ഏറ്റവും മുൻപന്തിയിൽ വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോഴത്തെ ലേബർ പാർട്ടിക്ക് ഏകദേശം 10 പോയിന്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടിഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ കൺസർവേറ്റീവ് പാർട്ടിയും ഏകദേശം ഒരു 3 പോയിന്റുകൾ ഇടിഞ്ഞുകൊണ്ട് ഏകദേശം ഒരു 21 പോയിന്റുകളിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. അതായത് അവസാനം ബ്രിട്ടനും ഇതേപോലെയൊക്കെ തന്നെ ഒരു അനധികൃത അഭയാർത്ഥികളെ കർശനമായിട്ട് നേരിടാൻ തീരുമാനിച്ചു. കാരണം കെയർ സ്റ്റാമറിന് വേറെ വഴികളില്ല. UK ആൾക്കാരെ ശക്തമായിട്ട് ഈ ഗവൺമെൻറ്റിനെതിരെ ഇപ്പോഴും ഒന്നിച്ചു പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ സമുദ്രാതികളിൽ എത്തുന്ന അതുപോലെ ചെറിയ ആനകളിൽ നിന്ന് അഭയാർത്ഥികളെ മാറ്റുന്നത് തടയുന്നവർക്ക് 5 വർഷം വരെ ജയിൽ ശിക്ഷ വിധിക്കുന്ന പുതിയ ഒരു നിയമം കൂടി UK കൊണ്ടുവരാനായിട്ട് ലേബർ സർക്കാർ ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അമേരിക്ക ഏർപ്പെടുത്തിയ അതേ ഒരു നിയമം UK വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് നമ്മളുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ കണ്ണു തുറക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ രാജ്യത്ത് എത്തപ്പെടാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇവിടുത്തെ നിയമങ്ങൾക്ക് അനുസരിച്ച് അത് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ നിൽക്കുന്ന വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. വളരെ വിരളം ആൾക്കാർ മാത്രമായിരിക്കും ഇതുപോലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് പെട്ട് നിൽക്കുന്ന ആൾക്കാർ, ചിലപ്പോൾ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത്. ആര് ഇല്ലീഗലാണെന്നുണ്ടെങ്കിലും ലീഗലാണെന്നുണ്ടെങ്കിലും നമ്മൾ മറ്റൊരു വിദേശ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കണം. കാരണം ആ രാജ്യത്തിലെ നിയമങ്ങളുണ്ട്, ആ രാജ്യങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഏതൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മാന്യമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. എന്തായാലും എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഇതേപോലെയുള്ള ഇല്ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ രാജ്യങ്ങളിൽ നീക്കം ചെയ്യുന്നതിലേക്കാണ് പോകുന്നത്. UK ആ ഒരു നടപടിയിലേക്ക് അധികം താമസിയാതെ വരുമെന്നാണ് ഇപ്പോഴത്തെ ലേബർ സർക്കാരിൻ്റെ പുതിയ നീക്കങ്ങൾ കൂടി നമുക്കും മനസ്സിലാവുന്നത്. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.